ഈ പറയുന്ന കൊലപാതകത്തിന് എല്ലാം അറിഞ്ഞിട്ടും മൗനമായി നിന്ന് കൊലയാളികൾക്കൊപ്പം നിന്ന് കൊലയാളിയായി എന്ന് വിളിക്കാവുന്ന അവിടുത്തെ ഡീൻ, ആ ഡീനിനെ സസ്പെൻഡ് ചെയ്യാൻ ഗവൺമെൻറ് തയ്യാറാകണം. ഇതിൽ സർക്കാരിൻ്റെ അടിയന്തരമായ ഇടപെടലുണ്ടാകണം. ഇതൊരു മാതൃകാ ശിക്ഷയായി കേരളത്തിലെ മറ്റു ക്യാമ്പസുകളിലേക്കും മറ്റു കോളേജുകളിലേക്കും മാതൃകയാവുന്ന ഒരു ശിക്ഷാ നടപടികൾ ഇവിടെ ഉണ്ടാകണം. അതിന് ഗവൺമെൻറ്റിന് ബാധ്യതയുണ്ട്. സുതാര്യമായിട്ടുള്ള ഒരു നവകേരള സൃഷ്ടിപ്പെന്ന് പറഞ്ഞ് ക്യാമ്പസുകളൊക്കെ സർഗാത്മകമായി പ്രതികരിക്കുന്നു എന്ന് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി വിദ്യാർത്ഥികളുമായി അഭിസംബോധന നടത്തി അവരോട് സംവദിച്ചുകൊണ്ട് പറഞ്ഞിട്ടുള്ള മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ ഒരാഴ്ച കഴിഞ്ഞിട്ടും അവിടെ ഇതിനെല്ലാം കൂട്ടുനിന്ന് കൊടുത്ത ഡീനിനെ ആ സ്ഥാനത്തിൽ നിന്ന് മാറ്റി നിർത്താൻ പോലും തയ്യാറായിട്ടില്ല. ഞങ്ങളുടെ അന്വേഷണത്തിൽ ആ ഡീൻ നാരായണൻ എന്ന് പറയുന്ന ആ ഡീന് ഇടതുപക്ഷത്തിൻ്റെ സഹയാത്രികനാണ്, ഇടതുപക്ഷത്തിൻ്റെ പോഷക ഘടകങ്ങളിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ് എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അതുകൊണ്ട് SFIയുടെയും ഇടതുപക്ഷ സംഘടനകളുടെയും ഒക്കെ പങ്കാളിത്തമുണ്ട്, ഞങ്ങൾക്ക് മെമ്പർഷിപ്പുണ്ട് എന്നതിൻ്റെ പേരിൽ അവരെ സംരക്ഷിക്കാനുള്ള ഒരു ശ്രമം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു എന്ന ആരോപണം ഞങ്ങൾ ഉന്നയിക്കുകയാണ്. അടിയന്തരമായി ഗവൺമെൻറ് ഇടപെട്ട് ആ ഡീനിനെ സസ്പെൻഡ് ചെയ്യുകയും അവിടെ തെളിവുകൾ നശിപ്പിക്കാനുള്ള അവസരങ്ങൾ ഇല്ലാതാക്കുകയും ചെയ്യുന്ന വിധം അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടി ഉണ്ടാകണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു. അതോടൊപ്പം ഇതുമായി ബന്ധപ്പെട്ട പ്രത്യക്ഷ സമരത്തിലേക്ക് MSFൻ്റെ സംസ്ഥാന കമ്മിറ്റി കടക്കുകയാണ്. വരുന്ന ചൊവ്വാഴ്ച കാലത്ത് 10 മണിക്ക് ഈ പരിധിയിൽ ഉൾപ്പെടുന്ന DIG ഓഫീസ് ഉള്ളത് കണ്ണൂരിലാണ്. കണ്ണൂർ DIG ഓഫീസിലേക്ക് സമരം നടത്താൻ MSFൻ്റെ സംസ്ഥാന കമ്മിറ്റി മാർച്ച് നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്തില്ല എങ്കിൽ, അതുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന ഡീൻ ഉൾപ്പെടെയുള്ള ആളുകളെ പ്രതി ചേർത്തുകൊണ്ട് അന്വേഷണം കൊണ്ടുപോയില്ല എങ്കിൽ ഈ വരുന്ന ചൊവ്വാഴ്ച DIG ഓഫീസിലേക്ക് മാർച്ച് നടത്താൻ MSF തീരുമാനിച്ചിരിക്കുന്നു. DIG ഓഫീസ് മാത്രമല്ല, നമുക്കറിയാം ഇതിൻ്റെ വൈസ് ചാൻസലർ എന്ന് പറയുന്നത് ചിഞ്ചു റാണി എന്ന് പറയുന്ന കേരളത്തിൻ്റെ മന്ത്രിയാണ്. ആ മന്ത്രി ഈ വിഷയത്തിൽ ഇടപെടുകയും തൻ്റെ കീഴിലുള്ള ഒരു ഉദ്യോഗസ്ഥർ എന്ന രീതിയിൽ ഡീനിനെതിരെ നടപടിയെടുക്കാതിരിക്കുകയും ചെയ്താൽ ചിഞ്ചു റാണിക്കെതിരെ, മന്ത്രിക്കെതിരെയുള്ള സമരപരിപാടികളുമായി MSF സംസ്ഥാന കമ്മിറ്റി മുന്നോട്ട് പോകും എന്ന് ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. മറ്റൊന്ന് ഞങ്ങൾക്ക് പറയാനുള്ളത്, SFIയെ നിയന്ത്രിക്കാൻ CPM അടിയന്തരമായി തയ്യാറാകണം. ഇത് പൂക്കോട് കോളേജിൽ മാത്രമല്ല, അവിടെ ഒരു മരണം നടന്നു. വെറ്റിനറി സർവകലാശാലയ്ക്കകത്ത് മരണം നടന്നതുകൊണ്ട് കേരളം അത് ചർച്ച ചെയ്തു. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മഹാരാജാസിൽ ആശുപത്രിയിൽ ആംബുലൻസിനകത്ത് കടന്നു കയറി അവിടുത്തെ വിദ്യാർത്ഥികളെ മർദ്ദിച്ചു. അപ്പം നമ്മളത് ചർച്ച ചെയ്തു. അതിന് കുറച്ച് ദിവസം മുമ്പ് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ സഹപ്രവർത്തകൻ്റെ നെഞ്ചകത്തിലേക്ക് കത്തി കുത്തിയിറക്കി, ഭാഗ്യം കൊണ്ട് മരണപ്പെട്ടു പോയില്ല. അപ്പം നമ്മളത് ചർച്ച ചെയ്തു. എന്ന് വെച്ചാൽ ഓരോ ഇൻസിഡൻറ്റ് ഉണ്ടാകുമ്പോൾ ചർച്ചകൾ ഉണ്ടാകുന്നുവെന്നല്ലാതെ, അല്ലെങ്കിൽ അതിൽ പ്രതികരണങ്ങൾ ഉണ്ടാകുന്നുവെന്നല്ലാതെ ഒരു പൂർണ്ണത ഈ വിഷയത്തിൽ ഇതിലൊരു റദ്ദു ചെയ്യപ്പെടുന്ന, ഈ ക്യാമ്പസുകളിൽ ഈ അക്രമങ്ങൾ റദ്ദു ചെയ്യപ്പെടുന്ന ഒരു സമീപനം SFIയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് CPMനോട് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് അടിയന്തരമായി SFIയെ നിയന്ത്രിക്കാനും അവരുടെ കൈകളിലുള്ള ആയുധങ്ങൾ തിരിച്ചു വാങ്ങാനും പാർട്ടി സെക്രട്ടറി ഗോവിന്ദമാഷ് തയ്യാറാകണം എന്ന് MSF ആവശ്യപ്പെടുകയാണ്. ഗോവിന്ദമാഷ് കഴിഞ്ഞ അക്രമം ഉണ്ടായപ്പോൾ പറഞ്ഞത്, ഞങ്ങൾ വിദ്യാർത്ഥികൾക്ക് ക്ലാസ് കൊടുക്കാൻ വേണ്ടി പോവുകയാണ്, SFI നേതാക്കന്മാർക്ക് ക്ലാസ് കൊടുക്കാൻ വേണ്ടി പോവുകയാണ് എന്നാണ് പറഞ്ഞത്. ക്ലാസ് കൊടുത്തതിന് ശേഷം സംഭവിച്ചത് അന്ന് കൊലപാതക ശ്രമമാണെങ്കിൽ ഇവിടെ ഒരു കൊലപാതകം നടത്തിയിരിക്കുന്നു എന്നൊരു യാഥാർത്ഥ്യത്തെയാണ് കേരളം തിരിച്ചറിയുന്നത്. ഞങ്ങൾ പറയുന്നത്, ഈ കൊന്നുകളയുന്ന ഈ 10-18 പേർ, ഇതിൽ പ്രതിയായി പോലീസ് അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള അഖിൽ ഉൾപ്പെടെയുള്ള മുഖ്യപ്രതികൾ, ഇവരൊന്നും ഇതിലെ യഥാർത്ഥ പ്രതികളെന്ന് പറയുന്നത് ഇവരാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. ഇവർ കൊന്നവരുടെ ഉപകരണങ്ങൾ മാത്രമാണ്. ഇവിടെ യഥാർത്ഥത്തിലുള്ള പ്രതി എന്ന് പറയുന്നത് SFI ആണ് എന്ന് പറയാൻ ഞങ്ങൾ ഈ സമയം ഉപയോഗപ്പെടുത്തുന്നു. അതുകൊണ്ട് വളരെ അടിയന്തരമായൊരു ഇടപെടൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം എന്ന് MSF ആവശ്യപ്പെടുന്നു. നമുക്കറിയാം SFIയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ ഒരു പ്രതികരണം വന്നു. ആ പ്രതികരണം അദ്ദേഹം പറഞ്ഞത്, ഞങ്ങൾ 4 പേർ അതിലുണ്ട്, അവരെ ഞങ്ങൾ നടപടിയെടുത്തിട്ടുണ്ടെന്നാണ്. വിദ്യയുടെ പ്രശ്നം വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത് വിദ്യയെ ഞങ്ങൾ പുറത്താക്കിയിട്ടുണ്ട് എന്നാണ്. വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയവർ പറഞ്ഞത് വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയവരെ ഞങ്ങൾ പുറത്താക്കിയെന്നാണ്. മഹാരാജാസിൽ ഇഷ്യൂ ഉണ്ടായി പറഞ്ഞത് അവർ ഞങ്ങളെ മെമ്പർഷിപ്പിൽ നിന്ന് പുറത്താക്കിയെന്നാണ്. അതുകൊണ്ട് ഈ കേരളത്തിലെ ഈ കലാലയങ്ങൾക്കകത്ത് കലാപങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന SFI ആ അംഗങ്ങളെ നിയന്ത്രിക്കാൻ സാധിച്ചില്ലെങ്കിൽ കലാലയങ്ങളിൽ നിന്ന് SFIയെ വിദ്യാർത്ഥികൾ പുറത്താക്കും എന്ന് അവർ തിരിച്ചറിയണം. ഇത് യഥാർത്ഥത്തിൽ SFI കേരളത്തിലെ കില്ലർ സ്ക്വാഡുകളായി, ക്യാമ്പസുകളിലെ കില്ലർ സ്ക്വാഡുകളായി മാറിയിരിക്കുന്നു എന്നൊരു യാഥാർത്ഥ്യമുണ്ട്.